നമസ്കാരം. കുനിയില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരി അഥവാ അഡ്വക്കേറ്റ് KP രാമേന്ദ്രൻ, സുപ്രീം കോടതിയിലെയും കേരള ഹൈക്കോടതിയിലെയും പ്രമുഖ അഭിഭാഷകൻ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. ക്രൈമുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന, ക്രൈമുമായി ചേർന്നുകൊണ്ട് പല കേസുകളും നടത്തിയിരുന്ന, പൊതുകാര്യ അങ്ങളെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന അഭിഭാഷകനായിരുന്നു രാമേന്ദ്രൻ. ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സൂചിപ്പിക്കുന്നതാണ് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിൽ അദ്ദേഹവും ഞാനും കൂടിയുള്ള ഫോട്ടോയാണ്. അതിന് കാരണം ഞാനും അദ്ദേഹവും ചേർന്നാണ് കവിയൂർ കേസിൽ ഫൈറ്റ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ എന്നേക്കാൾ മുമ്പ് അദ്ദേഹം കവിയൂർ കേസിൽ ഏർപ്പെട്ടിരുന്നു. ഞാൻ പിന്നീട് വാർത്തകളിലൂടെ ഈ കവിയൂർ കേസിൽ പ്രമുഖരായ ആളുകൾക്ക് പങ്കുണ്ടെന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾക്ക് പങ്കുണ്ടെന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ അദ്ദേഹവും ഞാനും വളരെയധികം ഡിസ്കസ് ചെയ്തു. ഇതേ കേസിനെ കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം അദ്ദേഹം ആ കുടുംബത്തിനുമായി നേരിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഈ നാരായണ നമ്പൂതിരി കവിയൂർ കേസിൽ കൊല്ലപ്പെട്ട അഥവാ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട, വേരോടെ നശിപ്പിക്കപ്പെട്ട ഒരു പൂർണ്ണമായ കുടുംബം. ആ കുടുംബത്തിനുമായി അവരുടെ അമ്മയുമായിട്ടും സഹോദരനുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നീട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ കുറ്റവാളിയായിട്ട് ഉണ്ടായിരുന്നത് ആകെ ലതാ നായരായിരുന്നു. ആ ലതാ നായരല്ല ഇതിനകത്ത്, മാത്രമല്ല ഇതിനകത്ത് പ്രതികളെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു. എങ്ങനെ കേസ് ഫ്രെയിം ചെയ്യാം, എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെയധികം വിശദമായി ഡിസ്കസ് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഈ കാര്യത്തിന് വേണ്ടി പൊരുതിയിരുന്ന ആൾ ഇതിനിടയിൽ മരണപ്പെട്ടു, ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ചങ്ങനാശ്ശേരി വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഈ കേസുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹം ₹1 പോലും വാങ്ങാതെ ആ കേസിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ പൊതു താല്പര്യത്തോടെ ഫൈറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വാങ്ങാനോ തയ്യാറായിരുന്നില്ല. കാരണം ആ കുടുംബത്തിൻ്റെ ഈ ദുരവസ്ഥയിൽ ഒരു കുട്ടി പോലും സഹായിക്കാനുള്ള അവസരത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ധീരമായ പോരാട്ടം നടത്തിയ ആളായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒത്തുചേരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ലതാ നായർ മാത്രമാണ് പ്രതി എന്ന് കാണുന്നത്. ഇത് വലിയ വല്ലാത്തൊരു അവസ്ഥയുണ്ടാക്കിയത് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിച്ച് ഞങ്ങൾ സെഷൻസ് കോടതിയിൽ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നു. അഡ്വക്കേറ്റ് KP രാമേന്ദ്രൻ മുഖാന്തരം ഹർജി ഫയൽ ചെയ്യുന്നു. ആ ഹർജിയിൽ വ്യക്തമായി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എങ്ങനെ നമുക്ക് അവിടെ കവർ ചെയ്യാം എന്നുള്ളത്. അവിടെ കോടതിയും അതേപോലെ CBIയും ഒരേപോലെ ശക്തമായ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സന്ദർഭത്തിലാണ് ഈ കേസിൽ പ്രമുഖരായ CPM നേതാക്കന്മാരുണ്ടെന്നുള്ള കൃത്യമായ അറിവ്, ഈ കുട്ടിയെ പിച്ച് ചീന്തിയവരിൽ പ്രമുഖ CPM നേതാക്കന്മാരും ജ്വല്ലറി ഉടമയും അതേപോലെ സിനിമാ നിർമ്മാതാവും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെന്നുള്ള കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ അറിവ് കൃത്യമായി ഇവിടെ എങ്ങനെ കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ട് നേരിട്ടുള്ള തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിന് കാരണം എൻ്റെ ഓഫീസ് 2005 ഫെബ്രുവരി 2 കത്തിക്കുന്നത്. ഈ സംഭവം ഉണ്ടാവുന്നത് 2004 സെപ്റ്റംബർ 27 രാത്രിയാണ് ഉണ്ടാവുന്നത്. അതിന് ശേഷം എനിക്ക് കിട്ടിയ ഞെട്ടിക്കുന്ന കുറേ തെളിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഓഫീസ് കത്തിയപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ, അതായത് ലാവ്ലിൻ കേസിൻ്റെ സുപ്രധാന രേഖകൾ ഞാൻ പ്രസിദ്ധീകരിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനായ അന്നത്തെ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഓഫീസ് കത്തിക്കുകയും ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. കടത്തിക്കൊണ്ടുപോയോ അല്ല കത്തിക്കുകയോ ചെയ്തു, അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എൻ്റെ കൈവശം വേറെ രേഖകളൊന്നുമില്ല. എങ്ങനെ ഇത് കവർ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ട് ഹൈക്കോടതിയിൽ വന്ന ഒരു കത്ത് മാത്രമാണ് പ്രധാനമായിട്ട് നമുക്ക് തെളിവായി പറയാൻ പറ്റുന്നത്. അതിൽ പറയാവുന്ന തെളിവ് എന്ന് പറയുന്നത് നാരായണ നമ്പൂതിരിയുടെ മകൾ അനഘ എന്ന് പറയുന്ന 15 വയസ്സുകാരി സുന്ദരി നർത്തകിയുമായ ഈ പെൺകുട്ടിയെ ലതാ നായർ പലർക്കും കാഴ്ചവെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, MABയുടെ മകൻ, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട്, അതേപോലെ ഗോപിനാഥൻ, അതേപോലെയുള്ള ആളുകൾ, പിന്നെ ജോയ് അൽക്കസ് തുടങ്ങിയുള്ള ആളുകളുടെ പേരുകളാണ് ഞാൻ പുറത്തുവിട്ടത്. ആ സ്റ്റോറി പബ്ലിഷ് ചെയ്ത ക്രൈം എൻ്റെ കൈവശമുണ്ടായിരുന്നു. ആ ക്രൈം എന്ന് പറയുന്നത് ആദ്യം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ലക്കമാണ്. ആരും ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. എനിക്ക് വക്കീൽ നോട്ടീസ് MABB അയച്ചിരുന്നെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ അയച്ചിരുന്നെങ്കിലും അവരുടെ വെല്ലുവിളിച്ചിട്ട് കേസ് ഫയൽ ചെയ്യാൻ വെല്ലുവിളിച്ചെങ്കിലും അവർ വന്നില്ല. ഇതൊക്കെയാണ് തെളിവുള്ളത്. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നത്, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്.
അപ്പം ഞങ്ങൾ ഫ്രെയിം ചെയ്തപ്പോൾ കോടതിയിൽ എങ്ങനെ നേരിടണമെന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ ലതാ നായർ മാത്രമാണ് പ്രതിയെങ്കിൽ ആരാണ് ഈ കുട്ടിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്തത്? ഈ കുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെടുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ശുക്ലസ്രാവവും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇത് ശ്രമൺ സ്രാവവും ഇവിടേക്ക് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഇത് കേസ് തുടരന്വേഷണം കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തു. അതായത് ഒറ്റ ചോദ്യം കോടതിയിൽ: ലതാ നായരാണോ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത്? ലതാ നായരുടെ ശമനും ശ്രമവുമാണോ കുട്ടിയുടെ രഹസ്യഭാഗത്ത് നിന്ന് കിട്ടിയത്? നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ആ കുട്ടിയുടെ രഹസ്യഭാഗങ്ങൾ, കന്യാചർമ്മങ്ങൾ നിരന്തരമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവ് പോസ്റ്റ്മോർട്ടത്തിലുണ്ട് എന്നുള്ള ചോദ്യം ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ വാദപ്രതിവാദം നടന്നെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ കാര്യം ചോദിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് കയറി എഴുന്നേൽക്കുന്നു, ചോദിക്കുന്നു. കോടതി അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. കോടതി ഉടൻ തന്നെ ശരിയായ ചോദ്യമാണ് എന്ന് പറയുന്നു. CBIയോട് ചോദിക്കുന്നു, CBIക്ക് ഉത്തരമില്ല. അതോടുകൂടിയിട്ട് അതിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. അതാണ് സുപ്രധാന വിധിയായി കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഈ കേസിൽ പലരും ഏർപ്പെട്ടിരുന്ന ആർക്കും തന്നെ ശരിയായ വിധത്തിൽ എത്തിക്കാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ നിരന്തരമായി തിരുവനന്തപുരം CBI കോടതിയിൽ ഈ പോരാട്ടം നടത്തി. എറണാകുളമായിരുന്നു ആദ്യം ഈ കേസെങ്കിൽ പിന്നീട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു തിരുവനന്തപുരം CBI കോടതിയിലേക്ക്. അവിടെ ഞാനും രാമേന്ദ്രനും ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്യാൻ പോവാറ്. ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വാദം നടത്തുമ്പോൾ തന്നെ, ഓരോ തവണയും വാദം നടത്തുമ്പോൾ തന്നെ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് എതിരാളിയായി വരുന്ന CBI അഭിഭാഷകൻ മാത്രമല്ല CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നന്ദകുമാരൻ നായരും സ്ഥിരമായി വരുമായിരുന്നു. അപ്പം ഈ സന്ദർഭത്തിലാണ് നന്ദകുമാരൻ നായർ എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് ലതാ നായരുടെ അഭിഭാഷക പറയുന്നത്, നമുക്ക് ജയിലിൽ പോയി വരികയാണെങ്കിൽ ലതാ നായർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറയുന്നത്. ഞാൻ ഉടൻ തന്നെ അത് നന്ദകുമാരൻ നായരോട് പറയുന്നു, SP നന്ദകുമാരൻ നായരോട് പറയുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹം അവിടെ ജയിലിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ ഡേറ്റിന് ഞാനും അഡ്വക്കേറ്റ് നമ്പൂതിരി രാമചന്ദ്രനും KP രാമചന്ദ്രനും അതേപോലെ സിന്ധു എന്ന് പറയുന്ന റിപ്പോർട്ടറും അടക്കം ഞാൻ ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ ജയിലിൽ പോയി അവിടെ യാതൊരു ആവശ്യവും ഉണ്ടായില്ല. അവിടെ കയറുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകം എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ജയിലിൽ കയറുന്നു. ജയിലിൽ കയറിയപ്പോൾ ആണ് പറയുന്നത്, ലതാ നായർ പറയുന്നത് എന്താണ്? ലതാ നായരോട് ഞാൻ പറയുകയാണ്, അപ്പോൾ ഈ പറയുന്ന സാധാരണ നമ്മൾ കൂട്ടിൻ്റെ അപ്പുറപ്പുറം കാണുന്നെങ്കിലും അന്നത്തെ നസീറ ബീബി ആയിരുന്നു അവിടെ സൂപ്രണ്ടായിരുന്നത്. സൂപ്രണ്ട് നസീറ ബീബി അവിടെയും വിളിപ്പിക്കുന്നു, അവരെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ലതാ നായരോട് പറഞ്ഞത്, നിങ്ങൾ ആരുടെ പേരും ഇല്ലാത്ത ആളുകളുടെ പേര് പറയാൻ വേണ്ടിയില്ല, ഉള്ള ആളുകളുടെ പേര് കൃത്യമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലെറ്റർ അയക്കണം. ലെറ്റർ അയക്കുക മാത്രമല്ല, അല്ലെങ്കിൽ കോടതിക്ക് ലെറ്റർ അയക്കണം. എനിക്ക് ലെറ്റർ അയക്കുക, അല്ല കോടതിക്ക് ലെറ്റർ അയക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിക്കുകയാണ്. അതിന് ഞങ്ങൾ അവിടെ വെച്ച് പിരിയുകയാണ്, നല്ല രൂപത്തിൽ പറഞ്ഞ് പിരിയുകയാണ്. പിരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, മടങ്ങി ഞങ്ങൾ പോന്ന ശേഷം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതാ ഈ നസീറ ബബിയെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നത്, അവരിങ്ങനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 30-ാം തീയതി കോടതി സ്റ്റാർട്ട് വരികയാണ്, അടുത്ത ദിവസം ഡേറ്റ്, അതിന് മുമ്പായിട്ട് ലെറ്റർ അയച്ചാൽ നന്നായിരിക്കുമെന്ന് പറയുകയാണ്. പക്ഷേ പിന്നീട് കണ്ടത് വിചിത്രമായ കാര്യങ്ങളാണ്. നന്ദകുമാരൻ നായർ എഴുതിയ റിപ്പോർട്ടിൽ ഞാൻ ജയിലിൽ പോയി ഈ ലതാ നായരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ലതാ നായർക്ക് 1 കോടി രൂപ ഞാൻ വാഗ്ദാനം ചെയ്തു. അതിൽ കോടിയേരി മകൻ്റെയും ശ്രീമതി ടീച്ചറുടെയും അതേപോലെ MA ബേബിയുടെയും അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ പറയാൻ വേണ്ടി പ്രേരണ നൽകി ഈ ഓഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അപ്പുറത്തെ എന്തെങ്കിലും വേണോ? നസീറ ബേബി എന്ന് പറയുന്ന ജില്ലാ പോലീസ് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് പക്ക ഒരു ക്രിമിനലായിട്ടാണ് പ്രവർത്തിച്ചത്. സത്യത്തിൽ ഞാൻ ആദ്യം പോയതിൻ്റെ റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്. അതിനവിടെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ റെക്കോർഡുണ്ട്. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു രേഖയില്ലാതെ കയറിയത്. അടുത്ത തവണ ഞങ്ങൾ വേറൊരു ഡേറ്റിന് വീണ്ടും പോയപ്പോൾ 30-ാം തീയതി ആണെന്നാണ് തോന്നുന്നത്, പോയപ്പോൾ അവിടെ അനുമതി തന്നില്ല, ഞങ്ങൾ അകത്ത് കയറിയില്ല. അന്ന് എഴുതി ഒപ്പിട്ട രേഖകളാണ് പിന്നെ ഇവർ ദുരുപയോഗം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള സംഭവം ഉണ്ടായത് എന്താണ്? ലതാ നായർ കോടതിയിൽ വന്ന റിപ്പോർട്ട് കോടതി എടുത്ത് വലിച്ചെറിഞ്ഞു. നന്ദകുമാരൻ നായർ കോടതി വളരെ രൂക്ഷമായ രൂപത്തിൽ വിമർശിച്ചു. തുടർന്ന് അദ്ദേഹം ഉണ്ടാക്കാൻ കൊണ്ടുവന്നത് എന്താ, നാരായണൻ നമ്പൂതിരി മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കഥയുണ്ടാക്കി. അത് ഞാനും ഈ രാമചന്ദ്രനും കൂടിയാണ് ശക്തമായ രൂപത്തിൽ വാദിച്ച് അത് ക്ലിയറായിട്ട് രേഖകൾ സഹിതം
പൊളിച്ച് അടക്കി. ഞങ്ങൾ അതിനുവേണ്ടി കുറേ യാത്ര ചെയ്യേണ്ടി വന്നു. കവിയൂരിലും അതേപോലെ അവിടെ ഈ കുട്ടിയുടെ ബന്ധപ്പെട്ട കൂടെ പഠിച്ച പെൺകുട്ടികളുടെ കൂടെ അവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. കാരണം ഈ പെൺകുട്ടിയുടെ ഫ്രണ്ടായ അനഘയുടെ സുഹൃത്തായ രമ്യ രാജൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി തെളിവുകൾ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും അവിടെ പഠിച്ച അധ്യാപകരുടെ അടുത്തുനിന്നും അവിടെ ഓഫീസേഴ്സിൽ നിന്ന് കിട്ടി. അങ്ങനെ ആ കേസിൽ നന്ദകുമാർ നായർ കളിക്കുകയാണെന്നും CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ കളിക്കുകയാണെന്നും കള്ളനാണ് അദ്ദേഹം എന്നും ഞങ്ങൾ കോടതി പ്രൂവ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കോടതി കൃത്യമായി പറഞ്ഞു, ഷെയിം ടു CBI. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിൽക്കുന്നത് ഷെയിമാണ്. പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. അതായത് നാരായണ നമ്പൂരി പീഡിപ്പിച്ചു മകളെ എന്ന് കഥയുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തത്. യഥാർത്ഥത്തെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു കള്ളക്കഥയുണ്ടാക്കിയത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൽ എന്നെ ആദ്യം അദ്ദേഹം വാദിക്കാൻ പറയും. കാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് മണിക്കൂറുകളോളം ഇരുന്ന നിൽപ്പിൽ കൃത്യമായി പറയുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കും. അങ്ങനെ ഞങ്ങളൊരു കോമ്പിനേഷനിലാണ് വാദം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിൽ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും കൂടെ ഫോട്ടോ ആണ് ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാറ്റിയില്ല. അത്രയും അടുത്ത സൗഹൃദമായി. അതുപോലെയാണ് P. ശശിയുടെ കണ്ണൂരിലെ കേസ്. P. ശശി ഒരു പെൺകുട്ടിയെ, അതായത് ഒരു MLAയുടെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്ന കേസിൽ, അതേപോലെ ഹോസ്ദുർഗിലെ ഒരു DYFI നേതാവിൻ്റെ ഭാര്യയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന കേസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഞങ്ങളത് ക്രിമിനൽ കേസാണത്, പോലീസ് കേസ് എടുക്കുന്നതുകൊണ്ട് പരാതി കൊടുക്കുകയും ഞങ്ങളത് കോടതിയിൽ റേസ് ചെയ്യുകയും ചെയ്തത്. അദ്ദേഹമായിരുന്നു എനിക്ക് വേണ്ടി വാദിച്ചത് കണ്ണൂർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലും അതേപോലെ ഹോസ്ദുർഗ് കോടതിയിലും. അവിടെ ഈ സാക്ഷികളായി വെച്ച വിജയരാഘവൻ, അതായത് CPM പാർട്ടി നിശ്ചയിച്ച അന്വേഷണത്തിന് നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ മെമ്പർമാർ വിജയരാഘവനും അതേപോലെ നമ്മുടെ വൈക്കം വിശ്വനും കൊടുത്ത രേഖയാണ്, ഈ റിപ്പോർട്ടാണ് കോടതി ഹാജരാക്കാൻ പറഞ്ഞത്. എന്നാൽ അവർ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി. അതോടുകൂടി കേസിൽ സാക്ഷികളില്ലാതെ പോകുന്നതിന് കൊണ്ടും തെളിവില്ലാത്തത് കൊണ്ടും കേസ് തള്ളി. അതുപയോഗിച്ച് P. ശശിയെ തിരിച്ചെടുക്കുകയുണ്ടായി. സത്യത്തിൽ P. ശശി കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. പകരം ഈ തെളിവുകൾ ഹാജരാക്കാത്തതുകൊണ്ടാണ് കോടതി തള്ളി. അതിൻ്റെ പേരും പറഞ്ഞ് പാർട്ടി അദ്ദേഹത്തെ തിരിച്ചെടുത്തു എന്ന വിചിത്രമായ കാര്യമാണുള്ളത്. ഇതിന് എല്ലാ രേഖകളും ഞാനും അഡ്വക്കേറ്റ് KP രാമചന്ദ്രനും ഞങ്ങളാണ് ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്തത്. ഇങ്ങനെ നിരവധി സംഭവങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്നു. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് അസുഖം വന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാതെ വന്നു. എന്നിട്ടും എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് എറണാകുളം ACP ജയകുമാറിൻ്റെ മുമ്പാകെ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ KM ഷാജഹാനും അതേപോലെ അഡ്വക്കേറ്റ് KP രാമചന്ദ്രൻ അവിടെ വരികയും എന്നോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല ആ പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ച് നിങ്ങൾ കളിക്കുന്നത് നന്ദകുമാറോടാണെന്ന് ആലോചിക്കണം. നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിക്കാമായിരിക്കാം, ജയിലിലടയ്ക്കാമായിരിക്കും, നന്ദകുമാർ ഇറങ്ങും, ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്തുണ. നന്ദകുമാർ അങ്ങനത്തെ ഒരു തരത്തിലും നന്ദകുമാർ കള്ളത്തരം ചെയ്യില്ല, തട്ടിപ്പ് നടത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് കൃത്യമായി ജയകുമാറിനോട് പറയുകയും ചെയ്തിട്ടാണ് അവർ മടങ്ങിപ്പോന്നത്. അങ്ങനെയുള്ള KP രാമചന്ദ്രൻ ഇന്ന് നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. അതിൽ ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങൾക്ക് ഈ ക്രൈമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വിഷമമുള്ള ദുഃഖമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ഈ അവസരത്തിൽ. നന്ദി, നമസ്കാരം.